ഇന്നേ രാവിലെ മാർക്കറ്റിൽ പോയപ്പം മാന്തളെന്ന് പറഞ്ഞ് തന്ന കേട്ടോ. മാന്തളിനെ പോലെ കുറച്ച് ഇങ്ങനെ നീളമല്ല, ഇങ്ങനെ പരന്നിരിക്കുന്നത്. എനിക്കൊന്ന് മാന്തളിൻ്റെ വകയിലുള്ളൊരു കസിനാന്ന് തോന്നുന്നു. മീനൊക്കെ ഇങ്ങനെ മുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ടൈലാണ് യൂസ് ചെയ്യുന്നത്. ടൈല് ഇത് അതിന് വേണ്ടി മാത്രം വെച്ചേക്കുന്ന. മരത്തിൻ്റെ ഒക്കെ കട്ടിംഗ് ബോർഡ് ആകുമ്പോഴേ ഒരു മണം ഉണ്ടാവില്ലേ, അതെനിക്കിഷ്ടമല്ല. ഇപ്പം എല്ലാം നന്നായിട്ടിങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു മസാല ഉണ്ടാക്കാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കുരുമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി ഉലുവാപ്പൊടിയും ഉപ്പും ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഈ ഒരു പേസ്റ്റ് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ എളുപ്പമാണ് കേട്ടോ. ഒരു 2-3 ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കാം. പക്ഷേ എപ്പോഴും ഇവിടെ മീൻ വറക്കൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അപ്പവാണ് ഇങ്ങനെ അരച്ചെടുക്കാറ്. ഇതിൻ്റെ അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ മീനിലേക്ക് ചേർത്ത് കൊടുക്കാം, പുരട്ടി കൊടുക്കാം. മീനിലിങ്ങനെ മീൻ വറക്കുന്ന സമയത്ത് ഇങ്ങനെ പൊതഞ്ഞങ്ങോട്ട് അരപ്പിരുന്നാലേ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ നമ്മൾ ആ ഒരു വിടവില്ലേ, മുറിച്ചില്ലേ, ആ ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് വെച്ച് കൊടുക്കുക. ഒരു 20 മിനിറ്റ് ഇത് മീനിങ്ങനെ മാറ്റി വയ്ക്കുക, മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും മീനിങ്ങനെ വെച്ച് കൊടുക്കാം. 2 വെക്കാനുള്ള സ്പേസേ അതിലുള്ളൂ. അവരൊരു കുടുംബത്തിൽ നിന്നുള്ളതാന്ന് തോന്നുന്നു. ഒരേ ടേസ്റ്റാണ്, മാന്തള പോലെ തന്നെ ഉണ്ട്.